ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാന വികസനത്തിനായി നവകേരള വികസന ക്ഷേമ പരിപാടി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ അധ്യാപകരുടെ ഭിന്നശേഷി സംവരണത്തിൽ NSS മാനേജ്മെന്റിന് ലഭിച്ച ആനുകൂല്യം മറ്റ് മാനേജ്മെന്റുകൾക്കും നൽകണമെന്നതാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. സംസ്ഥാനത്ത് മരിച്ചവരുടെ ആകെ എണ്ണം 24ആയി. ബോംബ് ഭീഷണിയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ ശക്തമാക്കിയതായി സംസ്ഥാന പോലീസ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 121 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. സംസ്ഥാന വികസനത്തിനായി നവകേരള വികസന ക്ഷേമ പഠന പരിപാടി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ നടപ്പാക്കുന്ന പരിപാടിയുടെ ഭാഗമായി സന്നദ്ധ സേനാംഗങ്ങൾ ജനങ്ങളുടെ അടുക്കലെത്തി അഭിപ്രായം തേടും. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് കണക്കിലെടുത്താണ് പുതിയ പദ്ധതി നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വികസനത്തിനായി സമഗ്രമായ നടപടികളാണ് സർക്കാർ ഇതുവരെ സ്വീകരിച്ചിരുന്നതെന്നും ഇത് ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ അധ്യാപകരുടെ ഭിന്നശേഷി സംവരണത്തിൽ NSS മാനേജ്മെന്റിന് ലഭിച്ച ആനുകൂല്യം മറ്റ് മാനേജ്മെന്റുകൾക്കും ലഭിക്കണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇക്കാര്യം കോടതിയെ അറിയിക്കുമെന്നും തീരുമാനം വന്ന ശേഷം ആവശ്യമെങ്കിൽ ഇത് സംബന്ധിച്ച ഉത്തരവ് മാറ്റിയിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി നിയമനത്തിനായി സംസ്ഥാന ജില്ലാ തലങ്ങളിൽ രൂപീകരിച്ച സമിതികൾ തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 24ആയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശിയാണ് ഇന്ന് മരിച്ചത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കൊല്ലം സ്വദേശിയായ സ്ത്രീ കഴിഞ്ഞ ദിവസം മരിച്ചതിന് പിന്നാലെയാണ് മറ്റൊരു മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 17 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഈ മാസം 9-ാം തീയതി വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 1.5 മാസത്തിനിടെ 15 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. 12 ദിവസത്തിനിടെ 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ രോഗബാധയെന്നും കോഴിക്കോടും മലപ്പുറത്തും കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായും മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം സംസ്ഥാനത്ത് 3 പേർക്ക് കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരനും കാസർഗോഡ് സ്വദേശിയായ 6 വയസ്സുകാരനുമാണ് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട് 62കാരനും പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് സംസ്ഥാന പോലീസ് സുരക്ഷ ശക്തമാക്കി. അണക്കെട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഇമെയിൽ ഭീഷണി തൃശൂർ ജില്ലാ കോടതിയിലാണ് ആദ്യം ലഭിച്ചത്. ഉടൻ തന്നെ കോടതി അധികൃതർ ഇത് തൃശൂർ കളക്ടർ മുഖേന ഇടുക്കി കളക്ടർക്ക് നൽകുകയായിരുന്നു. തുടർന്ന് ഇടുക്കി പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംയുക്തമായാണ് അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. വ്യായാമം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കലോറി പ്രയോജനപ്പെടുത്തി മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന ഉപകരണം വികസിപ്പിച്ച് തിരുവനന്തപുരത്തെ കേന്ദ്ര സ്ഥാപനമായ NIIST. ബുധനാഴ്ച നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കിടെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വിദ്യാ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. വിദ്യുത് ശാസ്ത്ര എന്ന പേരിൽ വികസിപ്പിച്ചെടുത്ത പെഡൽ ചവിട്ടിയുള്ള വ്യായാമ സംവിധാനമാണ്. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് ചെറിയ ഉപകരണങ്ങൾ ചാർജ് ചെയ്യാൻ അവസരമൊരുക്കുന്നത്. ഈ സംവിധാനം ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സ്ഥാപിക്കും. പിന്നീട് പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലും സ്ഥാപിക്കും. കാറുകളുടെ ടയർ പ്രഷർ, റോഡിന്റെ തത്സമയ സ്ഥിതി എന്നിവ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനമുള്ളതും പുറത്തുനിന്ന് വൈദ്യുതി ആവശ്യമില്ലാത്തതുമായ സ്മാർട്ട് ടയറുകളും ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിക്കുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടലിന് ഇരയായവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഗുണഭോക്തൃ പട്ടിക സംബന്ധിച്ചുള്ള പരാതികൾ പരിശോധിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി കെ രാജൻ. ആദ്യഘട്ടത്തിൽ 402 കുടുംബങ്ങളെയും രണ്ടാം ഘട്ടത്തിൽ 49 കുടുംബങ്ങളെയുമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം നാളെ അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർമാർക്കും പുതുതായി പേര് ചേർക്കുന്നവർക്കും സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകും. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 25-ന് പ്രസിദ്ധീകരിക്കും. പ്രവാസി വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അവസരമുണ്ട്. sec.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സ്കൂൾ ഹാക്കത്തോണായ വികസിത് ഭാരത് ബിൽഡത്തോണിന് തുടക്കമായി. 3 ലക്ഷത്തിലധികം സ്കൂളുകളും 25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുത്തു. ബിൽഡത്തോൺ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്തു. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും കഴിവുകളും പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കശുവണ്ടി വ്യവസായ മേഖലയിൽ ഗുണകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള കാഷ്യൂ കോൺക്ലേവ് നാളെ കൊല്ലം ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ദീർഘനാളായി പ്രതിസന്ധിയിൽ തുടരുന്ന കശുവണ്ടി വ്യവസായ മേഖലയിൽ ഗുണപരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് കാഷ്യൂ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. ഗവൺമെന്റ് ഈ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ വിശദീകരിക്കുന്നതിനും പുതിയ ആശയങ്ങൾ സമാഹരിക്കുന്നതിനും കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷന്റെയും കാപെക്സിന്റെയും ഉത്പന്നങ്ങളുടെ വിപണനവുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പും ഭക്ഷ്യവകുപ്പും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രം മന്ത്രിമാർ കൈമാറും. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 121 റൺസ് വിജയലക്ഷ്യം. വിൻഡീസിന്റെ 2ാം ഇന്നിംഗ്സ് 390 റൺസിൽ അവസാനിച്ചു. 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 4ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 1 വിക്കറ്റിന് 63 റൺസ് എന്ന നിലയിലാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പറശ്ശിനിക്കടവിൽ മാർച്ച് മാസത്തോടെ 120 പേർക്ക് സഞ്ചരിക്കാവുന്ന അത്യാധുനിക ടൂറിസ്റ്റ് AC ബോട്ട് എത്തിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പറശ്ശിനിക്കടവിന്റെ വികസനത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും 2 ബോട്ടുകളുടെ സർവീസ് ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചിറക്കലിൽ സംഘടിപ്പിച്ച വികസന സദസ്സും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം രാജ്ഭവനിൽ അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഗവർണർ പറഞ്ഞു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി റിസർച്ച് ഫൌണ്ടേഷൻ ദേശീയ കോർഡിനേറ്റർ J. നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. രത്നാകരൻ ഭാഗവത സംഗീത സഭയുടെ സംഗീത രത്നാകരം പുരസ്കാരത്തിന് കർണാടക സംഗീതജ്ഞ പത്മശ്രീ ഓമനക്കുട്ടി അർഹയായി. മാധവ് കൃഷ്ണ KS, സുരഞ്ജന വർഷ SR എന്നിവർ യുവപ്രതിഭാ പുരസ്കാരത്തിനും അർഹരായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷസ്ഥാനം രാജിവെച്ച സാഹചര്യത്തിലാണ് നിയമനം. ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. പേരാമ്പ്രയിൽ തന്നെ കയ്യേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ MP ലോക്സഭാ സ്പീക്കർക്ക് വീണ്ടും കത്ത് നൽകി. പൊതുജനമധ്യത്തിൽ വെച്ച് പോലീസ് തന്നെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി. സുൽത്താൻ ബത്തേരിയിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പ്രത്യേക ബോധവൽക്കരണ പരിപാടി IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് 5 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രദർശന ബോധവൽക്കരണ പരിപാടി നടത്തുന്നത്. കൽപ്പറ്റ നഗരസഭ ചെയർമാൻ സ്ഥാനം TJ ഐസക് രാജിവെച്ചു. DCC പ്രസിഡന്റിന്റെ കൂടി ചുമതലയുള്ളതിനാൽ സ്ഥാനം ഒഴിയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജയിലുകളിലെ തടവുകാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അട്ടക്കുളങ്ങര വനിതാ ജയിൽ തിരുവനന്തപുരം സെൻട്രൽ പ്രിസൺ കോംപ്ലക്സിലേക്ക് മാറ്റി സ്ഥാപിക്കാനും അട്ടക്കുളങ്ങരയിൽ താൽക്കാലിക സ്പെഷ്യൽ സബ് ജയിൽ തുടങ്ങാനും സർക്കാർ ഉത്തരവായി. ആലപ്പുഴ ജില്ലയിൽ പുതിയ ഒരു സബ് ജയിൽ ആരംഭിക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന വികസനത്തിനായി നവകേരള വികസന ക്ഷേമ പരിപാടി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ അധ്യാപകരുടെ ഭിന്നശേഷി സംവരണത്തിൽ NSS മാനേജ്മെന്റിന് ലഭിച്ച ആനുകൂല്യം മറ്റ് മാനേജ്മെന്റുകൾക്കും നൽകണമെന്നതാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. സംസ്ഥാനത്ത് മരിച്ചവരുടെ ആകെ എണ്ണം 24 ബോംബ് ഭീഷണിയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ ശക്തമാക്കിയതായി സംസ്ഥാന പോലീസ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 121 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.